അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാനും ഹസ്ബൻഡും കണ്ണൂർ ഒരാവശ്യത്തിന് വന്നപ്പോഴാണ് ഇതേ പോസ്റ്റർ കണ്ടത്. കണ്ണൂർ ഫെയർ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായെങ്കിലും നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അവിടത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 100 രൂപേൻ്റെ ടിക്കറ്റ് മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം അവരൊരു ആനിമൽ തീമിലാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം ടൈറ്റാനിക് ആയിരുന്നു. എല്ലാം അടിപൊളി തീമായിരുന്നു. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫുൾ ഫോട്ടോസ് എടുക്കാനുള്ള നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ പൂക്കൾ കൊണ്ടും പുല്ല് കൊണ്ടും നല്ല അടിപൊളി മയിലിനെയും പിന്നെ തീവണ്ടി അങ്ങനെ ഓരോ മോഡലാക്കിയിട്ട് അവർ പൂക്കൾ കൊണ്ട് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഏരിയ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഈ മൃഗങ്ങളെ കാണാൻ ഊട്ടി വഴി മസനഗുഡിയിലേക്കൊന്നും പോകേണ്ട ആവശ്യവുമില്ല. നമുക്ക് നേരെ കണ്ണൂർ ഫെയറിന് വന്നാൽ മതി. ഇത് പോലീസ് മൈതാനത്തിലാണ് നടക്കുന്നത്. പിന്നെ എല്ലാം നല്ല അടിപൊളിക്കായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മൃഗങ്ങളും അവരെ സൗണ്ട് എഫക്റ്റും എല്ലാം അടിപൊളിയായിരുന്നു. കാണുമ്പോൾ ഒരു ഡമ്മി എഫക്റ്റ് ഒന്നുമില്ല, ശരിക്കും ഒരു സൂവിൽ കയറിയാലും എങ്ങനെ ഉണ്ടാകുക അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളെയും അവരെ സൗണ്ട് എഫക്റ്റും എല്ലാം നല്ല അടിപൊളിക്കായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള 2 ആൾക്കാരാണ്. ഒന്ന് മറ്റേ നമ്മളെ ഡിനോസറും, ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ അങ്ങനത്തെ ഒരു വസ്തു ഇല്ല. പിന്നെയുള്ളതാണ് നമ്മൾ അവതാറും മൃഗവും എന്ന് പറഞ്ഞത് അവതാറിൻ്റെ ആ ആനിമലില്ലേ, അതിനെയാണ് ഞാൻ മൃഗം എന്ന് പറഞ്ഞത്. മറ്റേ ആ പക്ഷി പോലത്തെ സാധനം അതൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര മൃഗത്തിനെ കണ്ടിട്ടും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തീമായിരുന്നു ഇത്. നമ്മളെ പഴയകാല വീടും പിന്നെ അവിടുത്തെ ആൾക്കാരും കൃഷി ചെയ്തത്, കൊക്ക്, ഈ ഒരു തീം അടിപൊളിയായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ അവതാരും പിന്നെ അതിൻ്റെ ആ പക്ഷിയും. പിന്നെ അവതാറിൻ്റെ കൂടെ ഉണ്ടായ ആ പെണ്ണിനെ കുറച്ച് സമയം പരതിയിട്ടാണ് കണ്ടത്. ആ സൈഡിൽ ഉള്ളിലോട്ടായതുകൊണ്ട് അങ്ങനെ കാണുന്നുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി. 2 ദിവസം മുന്നേ മഴ പെയ്തുകൊണ്ട് ഇവിടെയെല്ലാം ഫുൾ വെള്ളമായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ബെഡ്, അലമാറ, മേശ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇതേപോലത്തെ സാധനം കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ എന്തോ ഉപ്പിലിട്ടതാണ് എന്നാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് ഈ ചെറിയ അബോഷനായ കുട്ടികളെല്ലാം ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വെക്കില്ല, അതുപോലത്തെ ഒരു ഏരിയ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സയൻസായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കോർട്ട്, കുട്ടികളെ കളിക്കുന്ന ഏരിയ, റൈഡ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ 2 ആൾക്കാർ അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. അവരുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അവരൊന്നും പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനൊന്നും ആൾക്കാർ ഉണ്ടായിരുന്നില്ല. 2-3 ആൾക്കാർ മാത്രമേ അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു ഉപ്പാപ്പ പഴയകാല മാപ്പിളപ്പാട്ടെല്ലാം പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് വിട്ടു.